ഹായ് എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു കാഴ്ച ഇപ്പൊ സമയം ഏകദേശം രാവിലെ 6:30 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വളരെയധികം പ്രകൃതി രമണീയമായ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമുണ്ട്, പുഞ്ചക്കരി. ഇത് പുഞ്ചക്കരി പാടം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പുഞ്ചക്കരി ഷാപ്പുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ പക്ഷി നിരീക്ഷണം എന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പക്ഷി നിരീക്ഷകർ വന്നെത്തുന്ന ഒരു സ്ഥലമാണ് ഈ പുഞ്ചക്കരി ഭാഗം. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പ്രദേശത്തെ ഒരു പ്രമുഖനായ പക്ഷി നിരീക്ഷകനായ കിരണിനെയാണ്. കിരണിന്റെ ആ ഒരു ടീമിനെയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. പക്ഷി നിരീക്ഷണത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. തിരുവനന്തപുരത്തെ അത്യപൂർവമായ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കാണാ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ നടത്തുന്ന ഈ ഒരു ശ്രമത്തിന് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാനിന്ന് നമ്മുടെ പുഞ്ചക്കരി പാടത്തിലെ ഈ ബേർഡ് വാച്ചിങ് ടീമാണ്. ഞാൻ അവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല, എല്ലാം അവര് തന്നെ പറയും. ഇദ്ദേഹമാണ് അതിന്റെ കോർഡിനേറ്റർ. അപ്പൊ അത് ശരി, അപ്പൊ അവര് തന്നെ ഒരു കൺഫ്യൂഷൻ ആരായിക്കോട്ടെ. പക്ഷെ ഞാൻ അവരോട് തന്നെ ചോദിക്കാം, അവര് തന്നെ എല്ലാം പറയും. അപ്പൊ നിങ്ങളുടെ ഈ ബേർഡ് വാച്ചിങ് സംഘത്തെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒരു എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ 2 വർഷമായിട്ട് ബേർഡ് വാച്ചിങ്, ബേർഡ് പ്രൊട്ടക്ഷനുമായിട്ട് നടക്കുകയാണ്. പേര് രാകേഷ്. ഓക്കെ, രാകേഷ്. നമ്മളെല്ലാം കൂടെ ഏകദേശം ഒരു 10 അംഗങ്ങളുണ്ട്. എല്ലാം തിരക്കുള്ളതായതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ച് കിട്ടിയത് എന്റെ ഭാഗ്യം, അങ്ങനെ പറയാം. ഓക്കെ. പക്ഷികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ക്ലബിലേക്ക് പോകുന്നത്. നീർത്തടാകത്തിന്റെ സബ് കമ്മിറ്റിയാണ് WBPs എന്നാണ്, വിങ്സ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ക്ലബ്ബാണ്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം കിരൺ ചേട്ടൻ പറയും. പേരെന്താണ്? എന്റെ പേര് ആതിര. ഞാനിപ്പോ ഇതിനകത്ത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കറക്റ്റ് 2 വർഷം തന്നെയായി. ആ ഒരു സമയത്ത് ജോയിൻ ചെയ്തു. പിന്നെ നമ്മള് പ്രധാനമായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ അതില് വരുന്ന ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ പക്ഷികളെ നിരീക്ഷിക്കുക എന്നതിലപ്പുറം അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ക്ലബ്ബ് നിലനിൽക്കുന്നത്. എന്റെ പേര് ലിൻസി, ഞാൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ്. ഈ 2 വർഷം കൊണ്ട് ഞാനും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബേർഡ്സിനെ നമുക്ക് ഇവിടെ കാണാനും പുഞ്ചക്കരിയില് ഒരുപാട് പക്ഷികളെ കാണാനും അതിനൊക്കെ കണ്ടു രസിക്കാനുള്ള അവസരം നമുക്ക്. എന്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഇതിൽ വന്നിട്ട് 2 വർഷമായി. മെയിനായിട്ട് വന്നത് തന്നെയാണ് ഇവരോട് പക്ഷികളെ കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ്. അപ്പം ക്ലാസ് വളരെ ഇൻട്രസ്റ്റ് ആണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ തലവർ കിരൺ. അപ്പൊ കിരൺ ഇതിനെ കുറിച്ച്, ഈ സംഘത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിരൺ പറയും. എല്ലാവരും തലവറൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ തലവർ എന്ന് വെച്ചാൽ ഒരു തല കാണുമല്ലോ, എങ്കിലും എല്ലാവരും കൂടി കറക്റ്റ് ചെയ്തിട്ട് പോകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2014 ശരിക്കും നീർത്തടാകം തുടങ്ങുന്നത്. അപ്പൊ നീർത്തടാകം തുടങ്ങിയപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മുടെ ഈ ജനറേഷനിൽപ്പെട്ട, കാരണം ഒരു സന്നദ്ധ സംഘടന വരുമ്പോൾ എപ്പോഴും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ആദ്യം നീർത്തടാകം തുടങ്ങുന്ന ഞാൻ തന്നെ പഠിപ്പിച്ച 5, ഞാൻ പണ്ട് ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നത് 5 സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീർത്തടാകം ഫോം ചെയ്തത്. അങ്ങനെ വന്നു. പിന്നെ വലിയ ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്തു. കാരണം നമ്മൾ വലിയ ആൾക്കാരെ അവോയ്ഡ് ചെയ്യല്ല, പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള പിള്ളേരെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു 2017 ആയപ്പോൾ നീർത്തടാകം തന്നെ ഒരു കോഴ്സ് ഫോം ചെയ്തു. കാരണം വെള്ളായണിയിൽ ഒരുപാട് പക്ഷികൾ, ജീവജാലങ്ങൾ അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ എങ്ങനെ എത്രത്തോളം ഒരു പുതിയ സബ്ജക്ട് കൊണ്ടുവന്ന ആൾക്കാരെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രാവൽ ആൻഡ് ടൂറിസം കിഡ്സ് തെക്കാട് അവരാണ് നമുക്ക് ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ. അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സാണ് അത്. നമുക്കൊരു 70 ഡേയ്സ് ആയിരുന്നു കോഴ്സ്. ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവരൊക്കെ ഈ ടീം നമ്മളെ തലകളെ കിട്ടി. ശരിക്കും ഈ ഇങ്ങനെ ഒരു കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ, ആ കോഴ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ ഒരാൾ താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? നേട്ടം എന്ന് പറയുന്നത് ഒരുപാട്, ഒന്ന് ബേർഡ് വാച്ചിങ്, അതായത് പണ്ടൊക്കെ ഞാൻ പറയുന്നത് ഒന്ന് അറിവ് നേടുക എന്നുള്ളത്. കാരണം നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമുക്കൊരു നോളജ് പറഞ്ഞു തരും. അതായത് അതെങ്ങനെയാന്ന് പറയാം, ഒരു പക്ഷി കരഞ്ഞു കഴിഞ്ഞാൽ അത് മരണ സൂചന അങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാൽ അത് അന്ന് അങ്ങനെ ഒരു പക്ഷിയുടെ അറിവ് കിട്ടും. ഇപ്പൊ കാക്ക വന്ന് രാവിലെ വിളിച്ച വിരുന്ന് വരും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൂചനയുണ്ട്. രാത്രി ഒരു മൂങ്ങ കരിയുന്ന അതിനെ കാലം കോഴി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു നോളജ് കിട്ടാം. ഇത് ഈ പറഞ്ഞ സംഭവമൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പോഴും വീട്ടിലെടുത്തൊരു കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരുന്ന് വരും. അപ്പൊ ആ ഒരു നോളജിലൂടെ ആ പക്ഷിയുടെ പേര് പഠിക്കും. പക്ഷെ ഇന്ന് ആ നോളജ് ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ കറക്റ്റായിട്ട് പക്ഷി എന്ത് ചെയ്യണമെന്ന് ഒരു ആർക്കും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ന് ഓർണിത്തോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ നമ്മൾ വേൾഡിലുണ്ട്. പക്ഷെ അതുപോലും അത് പഠിക്കാൻ പഠിച്ചവർ അതും കൊണ്ട് അങ്ങ് പോവുകയാണ്, ഡോക്ടറേറ്റ് എടുത്ത്. പക്ഷെ ഇതിനെ സമൂഹത്തില് താഴെക്കിടെ കിടക്കുന്ന കുട്ടികളിലും അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം എന്ന് പറയുന്നത് വിങ്സ് എന്നുള്ള ഒരു അതായത് ബേർഡ് പ്രൊട്ടക്ഷൻ ക്ലബ് എന്നല്ല, ആദ്യം പക്ഷി നിരീക്ഷണമാണ് തുടങ്ങിയത്, ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചിന്തിച്ചത്, കാരണം മനുഷ്യർക്ക് ഒരു അപകടം പറ്റിയ 108 പോലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒരു പക്ഷി ഒരു വലയെ കുരുങ്ങി കിടന്നാൽ റോഡിൽ കിടന്നാൽ അതിനെ എടുത്ത് മാറ്റാനോ അതിനെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സംരക്ഷിക്കാനോ ഒരു ടീമില്ല. വെള്ളായണിയിൽ നമ്മൾ ഫോം ചെയ്തെടുത്തത് ആ പ്രൊട്ടക്ഷൻ ക്ലബ് എന്നുള്ളതാണ്. അപ്പൊ വിങ്സ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ക്ലബ്, WBBC എന്ന് ചുരുക്കം പറയും. അങ്ങനെ തുടങ്ങി നമ്മളെ ഇപ്പൊ നമ്മുടെ ഇത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, പേജ്, അതിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒക്കെ ഇടുന്നുണ്ട്. കാരണം നമ്മളത് ഇടുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവരെല്ലാം ഓരോരുത്തരും അതിന്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഇവരുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ താല്പര്യമുള്ളവരെല്ലാം ഇങ്ങനെ ഒരു മഹത്തായ കാര്യം ചെയ്യുന്ന ഈ ഒരു ടീമിനോടൊപ്പം ചേരണമെന്ന് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ പിന്നീടുള്ളത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം ബേർഡ് വാച്ചിങ് പഠിച്ചപ്പോഴാണ് ട്രാവൽ എന്താണെന്ന് സത്യം പറഞ്ഞിട്ട് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയത്. അതോടെ നമ്മൾ പലരും പറയാണ്ട് വരെ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പം ഏറ്റവും നല്ല പക്ഷികളുള്ളത് കൂന്തക്കുളമാണ്, തമിഴ്നാട്. കുന്തംകുളത്ത് പോയി അവിടെ പോവുക. അപ്പോൾ ഇതിനകത്ത് സാധാ വരുന്ന ഈ ബേർഡ് വാച്ചിങ് മേഖലയിൽ സ്ത്രീകളെ പെട്ടെന്ന് കിട്ടാറില്ല. അല്ല, അതൊരു അത്ഭുതമാണ്. കാരണം ഈ പക്ഷി പഠിക്കാനായിട്ട് വളരെ സന്തോഷം അത് കണ്ടതില്ല. അവരൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ ഇവരെ കാടിനകത്തൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ടീമിനകത്ത് സാധാ ഇപ്പം എല്ലാവരും പറയൊരു ജെൻസ് മാത്രമായിട്ട് പോവാം, ഫോറസ്റ്റ് ആണ് ഭയങ്കര ഡേഞ്ചർ ആണ് എന്നൊക്കെ. പക്ഷെ നമ്മള് ഫോറസ്റ്റിനകത്ത് പോയി ടൈഗർ റിസർവേറിനകത്തൊക്കെയാണ് പോകുന്നത്. അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ അതിനോട് താല്പര്യം അവർ കാണിക്കുന്ന അവരെ വീട്ടുകാർ വിടണം. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റ്, അപ്പൊ ഈ സബ്ജക്ട് പഠിച്ചതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒന്ന്, ഒരുപാട് സ്കൂളുകളിൽ നമ്മളിപ്പോ ഏകദേശം 100ഓളം സ്കൂളുകളിൽ പോയി പഠിപ്പിച്ചു ഒരു ടീമായിട്ട്. അത് നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ കായലോരം കിളിക്കൂട്ടം എന്ന് പറഞ്ഞ ക്യാമ്പുകൾ ഈ നാട്ടിലുള്ള കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് അപ്പൊ ഇന്നുവരെ ആരും ചെയ്യാത്ത ഒരു തലങ്ങളിലോട്ടാണ് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെ വരുന്ന ജനറേഷനെ എങ്ങനെ ഇത് പഠിപ്പിക്കും, വരുന്ന ജനറേഷൻ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മളില്ലെങ്കിൽ അവരെന്ത് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പം നമ്മൾ അറിയാണ്ട് തന്നെ കുട്ടികൾ പക്ഷികളുടെ പടം വരയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ എനിക്ക് ജോലി എടുത്തിട്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ബേർഡ് വാച്ച് ഫീൽഡ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് താല്പര്യം. അങ്ങനെയൊക്കെ അതെ, അത് വലിയൊരു സംഭവം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ഈ ജോലി എന്ന് പറയുമ്പോൾ അത് പിന്നെ മനസ്സിനിണങ്ങിയ ജോലി, സന്തോഷം കിട്ടാതെ മനസ്സിനിണങ്ങിയ ജോലി ചെയ്താലല്ലേ അതിന് ഭാവി തലമുറയുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ. അതെ, വന്നപ്പോ കണ്ടത് ആ ഒരു പ്രത്യേകതരം പക്ഷി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, നമ്മുടെ ഇവിടെ വിളിക്കുന്നത് നീലക്കോഴി. അതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് നീല കളർ. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ അത് കൂടുതലും നിൽക്കുന്നിടത്ത്, അതായത് നിൽക്കുന്നത് എല്ലാവരും ചതുപ്പ് പ്രദേശത്ത് ചെളിയിലൊക്കെ ആയിരിക്കും. എപ്പോഴും ചുമ്മാ നിൽക്കത്തില്ല, എപ്പോഴും പുള്ളിക്കാരൻ ആക്റ്റീവാണ്. അങ്ങനെ ഇവിടുത്തെ കർഷകരുടെ പ്രധാന പ്രശ്നമാണ് നെല്ല് നടുന്ന സമയത്ത് ഇത് വരിക, അതിനെല്ലാം. അങ്ങനെ ഒരു ഗുരുതര പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ അതായിരിക്കും അവിടെ വലയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നല്ലേ? അപ്പൊ ഈ ബേഡാണ് നമ്മുടെ ഇവിടെ കുറച്ച് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കൂട്ടത്തോടാണ് നിൽക്കുന്നത്. കുറച്ച് ആക്റ്റീവാണ്. പിന്നെ നിൽക്കുന്ന സ്ഥലമെല്ലാം അപ്പോഴേക്കും അത് കൊത്തി ക്ലിയർ ആക്കിയതല്ല. നമ്മുടെ വീട്ടിൽ കോഴി എങ്ങനെയാണോ? അതെ. അപ്പൊ ഇത് ആള് വെജിറ്റേറിയനോ നോൺ വെജ് ആണോ? രണ്ടുമാണ്. ഓക്കെ. കാണുന്ന പക്ഷി ഇതിന് മലയാളത്തിൽ നമ്മൾ കത്രിക പക്ഷി എന്ന് പറയും. ഇത് നമുക്ക് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. നവംബർ ടു ഡിസംബർ സീസണിലാണ് ഇത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. മാർച്ച് വരെ ഇവിടെ ഇത് ഉണ്ടാവും. ഇംഗ്ലീഷിൽ ഇതിനെ ബാൻഡ്സോളോ എന്ന്. പേരുകളൊക്കെയാണ് പഠിക്കാൻ ഒരുപാടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ള ഒറ്റ പേരേ ഉണ്ടാവും. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ഒരു പേരായിരിക്കും. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലും വേറെ രീതിയിലുള്ള. അല്ല, അതങ്ങനെയാണല്ലോ. കാരണം ഈ 6 മലയാളിക്ക് 100 മലയാളം തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ടെക്സ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിനുശേഷം എന്ത് പറയാ, ഇതിന്റെ ഒരു ഗുണം ഒന്ന്,
ടൂറിസം രംഗത്ത് വലിയ നേട്ടമുണ്ട്. ടൂറിസം രംഗത്ത് നിന്ന് ബേർഡ് വാച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ വെള്ളായണി എന്ന് പറയുന്ന ഒരു വലിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ കോവളത്തിന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഒരുപാട് പേര് നമ്മളിപ്പോൾ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ബേർഡ് വാച്ചിങ് എന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. വെള്ളായണിയിൽ വരുന്ന പക്ഷികളുടെ ഫോട്ടോ എടുക്കുക. അതിൽ ബേർഡ് വാച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പുറം രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇത് കാണാനും ഇത് പഠിക്കാനും വരുന്നത് നമുക്കറിയത്തില്ല. അവർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, അതിനെ കൊണ്ട് ഗൂഗിളോ അല്ലെങ്കിൽ അല്ലാണ്ട് നോക്കി അവർ പഠിക്കുന്നു. പക്ഷേ അവരോട് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടീം ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ട്രാവലിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ തന്നെ ടൂറിസം ഫീൽഡിൽ തന്നെ ബേർഡ് വാച്ചിങ് ഗൈഡായിട്ട് പോകുന്ന ആൾക്കാർ ചുരുക്കമാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടീമുണ്ട്, നമ്മുടെ സീനിയർ സാറുണ്ട്, സതീഷ് സാറുണ്ട്. അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയൊരു സാധ്യത ഇതിന് പിന്നിൽ സാധ്യത ഉണ്ടെന്നുള്ളത്. കാരണം ടൂറിസം മേഖലയിൽ തന്നെ, കാരണം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഗാർഡ്സുമായി ബന്ധപ്പെട്ട് കേരളം ഫോറസ്റ്റ് ബേർഡ്സ് ഒത്തിരി അധികം ഉണ്ട്. പക്ഷേ ഇപ്പൊ പൊന്മുടി പോയി കഴിഞ്ഞാൽ അവിടെ പക്ഷികളെ കുറിച്ച് പറഞ്ഞു തരാൻ ആള് കുറവാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കറിയാം ആളുണ്ട്, നമ്മൾ കണ്ട് പരിചയപ്പെട്ട് ചെന്ന് കൊണ്ടുപോകണം. പക്ഷേ ഇങ്ങനെ ഒരു ടീം, ഒരു സാധ്യത അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ വെക്കുന്നിടത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഗൈഡ്സ് ഉണ്ട്, അത് ബേർഡ് വാച്ചിങ് പഠിക്കുന്ന അങ്ങനെ ഒരു സബ്ജക്ട് കൊണ്ടുവന്ന് നല്ല ക്യാഷും കിട്ടും. ഒരു ടീമിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 3000 രൂപ വരെ 1 ഡേ നമുക്ക് പേയ്മെന്റ് കിട്ടും, 2000 കിട്ടും. പക്ഷെ നല്ലൊരു എനിക്കത് കിട്ടിയിട്ടുള്ളതാണ്. 1 hour ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് 1000 ഒക്കെയാണ് നമ്മുടെ ഫീ വരുന്നത്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞ അതിനുള്ള നേട്ടമാണ്, നല്ല രീതിയിലുള്ള നേട്ടമാണ്. ഒരുപാട് പേർക്ക് ഇതൊരു തൊഴിലവസരമാണ്. കാരണം ശരിക്കും പഠിച്ച അപ്പൊ പിന്നീട് എന്താ പറയാ, ഈ വിദേശികൾ വരുന്ന അവർക്ക് ഇവിടുത്തെ പക്ഷികളെ കാണുമ്പോൾ, കാരണം ഇവിടെയുള്ള ബേർഡ്സ് ഒരിക്കലും അവിടെ എല്ലാ ബേർഡ്സും കുറെ അധികം ഉണ്ട്. അപ്പൊ ഈ വെറ്റ്ലാൻഡ് ബേർഡ്സ് ഒക്കെ നമുക്ക് കാണുക അവർക്കൊരു പ്രത്യേകത, കാരണം ഇവിടുത്തെ ഒരു വെറൈറ്റി ബേർഡ് കാണുമ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവിടെ വെള്ളായണിയിൽ വന്ന ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരിൽ കുറെ അധികം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അവർക്കും ഒരു സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഒരു ഗുണമാണ് ഏറ്റവും കൂടുതൽ ടൂറിസം ഫീൽഡ്. ഇവിടെ വെള്ളായണി അടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഈ പുഞ്ചക്കരി ഒരു ബേർഡ് സാഞ്ചുറി ആവണം. ബേർഡ് സാഞ്ചുറി ആയി കഴിഞ്ഞാൽ നമുക്കുള്ള കുറച്ച് പേർക്ക് കിട്ടും, വരുന്ന ആൾക്കാർ. ഞാൻ യഥാർത്ഥത്തിൽ ഇവരിലേക്ക് എത്തുന്നത് വെള്ളായണി കായലിനെ കുറിച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ ഇവിടെ പിന്നെ അപൂർവമായ ദേശാടന പക്ഷികളുണ്ട്, അതിനെയൊക്കെ സംരക്ഷിക്കണം, അങ്ങനെ ഒരു ബോർഡ് കണ്ടു. അവിടെ നിന്നാണ് ഞാനിതിൽ ഈ അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇപ്പോൾ സംരക്ഷകരായി നിൽക്കുന്ന ഈ ഒരു ടീമിലേക്കാണ് എത്തിച്ചേർന്നത്. ഞാനിപ്പോൾ ഈ ടീമിനോടൊപ്പം എത്തിയിരിക്കുന്നത് കിരീടം പാലത്തിലാണ്. നമ്മുടെ സേതുമാധവന്റെ കണ്ണീര് വീണ കിരീടം പാലത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോ വ്ളോഗുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചാണ്. പക്ഷെ അത് നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ കാണിക്കാം. ഇതാണ് ആ പാലം. മോഹൻലാൽ പാർവതിയുടെ കൂടെ പോകുന്നതും അങ്ങനെയുള്ള അതിലെ നിരവധി ദൃശ്യങ്ങൾ, മോഹൻലാൽ ശ്രീനാഥുമായി ദുഃഖം പങ്കുവയ്ക്കുന്ന ഒക്കെയുള്ള ഒരു പാലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ് വാർഡ് ശരിക്കും വരുന്ന ഈ സ്ഥലം? പുഞ്ചക്കരി. അതെ, പക്ഷെ ഇത് കല്ലിയൂർ പഞ്ചായത്താണെങ്കിലും ഇപ്പൊ ഇത് അറിയപ്പെടുന്നത് ഇതിനെ കിരീടം പാലം എന്നാണ്. ആ പാലം പൊളിച്ചിട്ട് ഇപ്പൊ പുതിയ പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത്. പുതിയതല്ല, ഈ പാലം ഈ ഫ്രാക്ചറുകൾ ഉണ്ടായിരുന്നു, പൊട്ടിയും പൊളിഞ്ഞൊക്കെ ഇരുന്ന് കമ്പിയൊക്കെ ഇതിനകത്തുള്ള പുറത്ത് കാണായിരുന്നു. അതിനിപ്പോ ഇവര് മെയിന്റനൻസ് ചെയ്യും, പുറത്ത് പ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ. കാരണം കിരീടം പാലം ഫേമസ് ആയതോടെ ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ആൾക്കാരുടെ കഴിഞ്ഞ ഇതിൽ പിന്നെ ഏറ്റവും പ്രത്യേകത നമ്മുടെ ഈ പരിസരത്താണ് ഒട്ടുമിക്ക സിനിമകളുടെയും ആ വീഡിയോ ആൽബങ്ങൾ, അതുപോലെ വെഡിങ് ഷൂട്ടുകൾ. നിങ്ങളൊരു പകൽ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എത്രയും ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, എത്രയും നല്ല സീനറിയാണ്, എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഫ്രെയിമുകളാണ്. ഒരു കാര്യം പറഞ്ഞു, ബേർഡ് വാച്ചിങ്ങിന് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഫോറസ്റ്റിൽ പോയാലും എവിടെ പോയാലും നമ്മൾ ഒന്ന് ബേർഡ് വാച്ചിങ്ങിന് വേണ്ട ആദ്യം സൈലന്റ് ആണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം ബേർഡ് വാച്ചിങ് ചെയ്യുന്ന സമയത്ത് സൈലന്റും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻജോയ്മെന്റും കൂടെ ആഗ്രഹിക്കുന്നു. കാരണം വെറുതെ നമ്മൾ ബോറിംഗ് ആയിട്ട് ഇങ്ങനെ പോകരുത്. നമ്മൾ അതുകൊണ്ട് പിള്ളേരൊക്കെ കൊണ്ടുവന്നാൽ ആദ്യം നമ്മൾ ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു 10 ബേർഡ്സിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. 50 ഇവിടെ 100 ബേർഡ്സ് 50 കിട്ടും. 50 പറഞ്ഞു കൊടുത്ത പിള്ളേരെ മൈൻഡിലേക്കത്തില്ല. നമ്മൾ കൊണ്ടുവന്ന് ആദ്യം ഒരു 10 ബേർഡ്സിനെ പറഞ്ഞു, എന്നിട്ട് പിന്നീട് നമ്മൾ എടുക്കുന്ന സബ്ജക്ട് ഈ കിരീടം പാലം അവിടേക്ക് ഇതിനകത്തുള്ള കാണുന്ന കാട് പോലെ കാണുന്ന സാധനങ്ങളെ കൊണ്ടുപോയി പിന്നെ കുറച്ചുകൂടെ നമ്മൾ ഗെയിമുകൾ, എനർജി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, സൺറൈസ് കാണാനായിട്ട് ഈ ഒറ്റ പാലത്തിൽ ഇരുന്ന് കിരീടം പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലി ചാലാണ് ഈ കാണുന്നത്. സൺറൈസ് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ സൺറൈസും ഈ സമയത്ത് ഒരു 6 മണി സമയം, ഒരു 6:30, 7 മണി സമയത്ത് വന്നാൽ സൺറൈസ് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഇപ്പൊ നമ്മളിപ്പോ എത്രയും സമയമായി. പിന്നെ സൺസെറ്റ് കാണാനായിട്ട് ഇതേ പൊസിഷനിൽ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പടിഞ്ഞാറ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കും അറിയാത്തൊരു പുതിയ സംഭവമാണ്. കാരണം സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റുന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥലം ഒറ്റ വ്യൂവിൽ രാവിലെ 6:30 വന്നു കഴിഞ്ഞാൽ സൺറൈസും കാണാം, വൈകിട്ട് ഒരു 5:30, 6:30 വന്നു കഴിഞ്ഞാൽ സൺസെറ്റും കാണാം. ബ്രേക്ക് ആകുമ്പോഴേ കിരീടം പാലാണല്ലോ. അതെ. പേര് അതെ. അറിയാൻ പറ്റും.
അതെ അതെ, ഒരു പുതിയ രസകരമായ കാഴ്ചയാണ്. ഈ പാലം മുഴുവൻ ഇതുപോലെ റിലേഷൻ ബ്രേക്കായ ആൾക്കാരുടെ പേരുകളാണ്. കുറെ മാറ്റി അതെ. ഇതിപ്പം പുതിയൊരു ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റർ ചെയ്യാന്നുള്ള ഒരു വലിയൊരു ജോലിയാണല്ലേ? അതെ അതെ അതെ. ഈ കൈവരി മുഴുവൻ നിങ്ങൾക്ക് കാണാം. നിഖില്, നന്ദന. അപ്പൊ നമ്മളിപ്പോ ആരുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വായിക്കണമെങ്കിൽ വായിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ ഒരു കഥയും കൂടി ഈ കിരീടം പാലത്തിലുണ്ട്. അത് ഇതുവരെ ആരും പറയാത്തൊരു കഥയാണ്. ഇങ്ങനെ ബ്രേക്കപ്പ് പാലം എന്ന് വേണമെങ്കിൽ നാളെ ഇതിന് പേരിടാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം വലിയ ആഴം കുറവായിട്ടുള്ള ചെറിയ തോടാണ് ഇപ്പോൾ ഉള്ളത്. കന്നുകാലി ചാലെന്നാണ് ഇത് പറയുന്നത്. അതെ, ചാടിയ നാണക്കേടാണ്. കാരണം അതുകൊണ്ട് ആരും വരുന്നില്ല. പക്ഷെ അങ്ങനെ ആഴമുള്ള സംഭവമായിരുന്നെങ്കിൽ അതിന് കൂടി ഈ പാലം സാക്ഷിയാകുമായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ ടീമിന്റെ കൂടെ നടന്നപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു പ്രത്യേക ഇനം പക്ഷിയെ തിരക്കി ഇവിടെ വന്നതാണ്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞു, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ അതിന്റെ ചർച്ചകളാണ് നടത്തുന്നത്. എനിക്ക് എൻ്റെ പേരുകളൊന്നും പിടിയിട്ടില്ല. എന്നിരുന്നാലും അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ അല്പം ഒന്ന് മാറി നിൽക്കാം. സാറ് പേരെന്താണ്? റോഹിതാണ്. ഓക്കെ. അപ്പോൾ സാർ ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്. ഓക്കെ. വരാറുണ്ട്. ഓക്കെ. എവിടെ സ്ഥലം? ഉള്ളൂരാണ്. ഓക്കെ ഓക്കെ. ഇവിടെ പല തരത്തിലുള്ള, നമുക്കതിൻ്റെ പേരുകൾ അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കിരണിൻ്റെ ടീമിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അവരുടെ പേജിൽ കയറുക, അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ വിഷയത്തിൽ താല്പര്യമുള്ള നിരവധി പേർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന, കാരണം അവർ പറയുന്ന പേരുകൾ ചില പ്രത്യേക ഇനം മൈഗ്രേറ്റിംഗ് ബേഡ്സ് ഒക്കെ ഈ ഭാഗത്തുണ്ട്. അവർ കൃത്യമായി അതിനെ വാച്ച് ചെയ്യാൻ വരുന്നുണ്ട്. അത് ഒരു നിശ്ചിത കാലയളവിൽ ഇവിടെ വരുന്നു, അവരുടെ പ്രജനനമൊക്കെ നടന്നിട്ട് അവർ തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. കൂടാതെ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ്, വൈൽഡ് ലൈഫിൽ ഫേമസ് ആയിട്ടുള്ള നിരവധി ഇന്ത്യ മുഴുവനും സഞ്ചരിക്കുന്നവരും വിദേശികളും ഒക്കെ ഈ പാടത്ത് വന്ന് അവരുടേതായ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് ഇതുവരെ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ അനുഭൂതിയായിരുന്നു. ഈ ഒരു ചാനലിന് വേണ്ടി കിട്ടിയ ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് ഞാൻ ഈ യാത്രയെ കാണുകയാണ്. നിരവധി നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി, വെറുതെ ഒരു കിളി മാത്രമല്ല, ആ കിളിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ജീവചരിത്രം, ആ പക്ഷിയുടെ ഭക്ഷണ രീതി, പക്ഷിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുന്ന രീതിയിൽ അവർ സ്കൂൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികളുമായി ഇവിടെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്, ഈ പുഞ്ചക്കരി പാടത്തിൽ വെള്ളായണി കായലിൻ്റെ ഒരു മറുവശമാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പറയുന്ന പുഞ്ചക്കരി പാടം എന്ന് പറയുന്നത്. ഇവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പക്ഷി ഒരു കേന്ദ്രമൊക്കെ ഉണ്ടാക്കി, പക്ഷെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ സ്ഥലത്ത് ഇവിടെ ഇത് കിരീടം പാലത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് കറക്റ്റ് ഈ സ്പോട്ടിൽ വന്നാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. പിന്നെ അത്യാവശ്യം മഴയോ എന്തെങ്കിലുമൊക്കെ വന്നാലെങ്കിലും ഒതുങ്ങി നിൽക്കാനുള്ള സൗകര്യം. ഈ അടുത്ത കാലത്ത് 2020 തന്നെ ആണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡും കല്ലൂർ പഞ്ചായത്തും ചേർന്നാണ് ഇത് ചെയ്തത്. പക്ഷേ വലിയ ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഒരു സംഭവം ബേർഡ് വാച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തുടക്കം, ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായല്ലോ സർക്കാരിന്റെ ഭാഗത്ത്. നമ്മളെപ്പോഴും സർക്കാരിന് ഇവർ ചെയ്തത് ഇത് ശരിയായില്ല, അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ചൊരു ചെറിയൊരു കാര്യം, അതായത് 100-ൽ 10% ഇവിടെ ആയെന്നുള്ളതാണ്. അപ്പൊ ഇനി ബാക്കി കൂടെ വരേണ്ടതുണ്ട്. പിന്നെ വരുന്ന ആൾക്കാർ കൂടെ ചിന്തിക്കണം. കാരണം അതും കൂടെ അവർ ചിന്തിക്കണം. കാരണം വേസ്റ്റ് വലിച്ചെറിയുക അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പക്ഷികളെ കല്ലെറിഞ്ഞ് ഓടിക്കുക, ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പോലും പക്ഷികളെ കല്ലെടുത്തെറിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റും. അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുവിധം ഇവിടെ, കാരണം കൂന്തക്കുളത്ത് ഒരു പ്രത്യേകതയുണ്ട്, പക്ഷികള് ആൾക്കാർ ഇരിക്കുന്ന തൊട്ടടുത്ത് തന്നെ കൂട് കൂട്ടി താമസിക്കുക, കാരണം അവരെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ കണ്ട ഇറങ്ങി ഓടുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെ പറന്നു പോകും എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരായിട്ടുള്ള ഒരു ലിങ്ക് അവിടെ, പക്ഷിയും മനുഷ്യരുള്ള ലിങ്ക് നഷ്ടപ്പെടും. അപ്പോൾ പക്ഷികളെ ഉപദ്രവിക്കില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ സ്പോട്ടിൽ വന്നിരിക്കുന്നു. ധാരാളം കാണുവാനുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് കണ്ണെത്താ ദൂരത്തോളം വയലേലകളും. പുഞ്ചക്കരി പാടമെന്നാണ് പറയുന്നത്. പുഞ്ചവയൽ കൃഷിയാണ്. 3 മാസം കൂടുമ്പോൾ വിളവെടുക്കുന്ന രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരിക്കലെങ്കിലും നമുക്കിത് വരുവാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വെള്ളായണി ക്ഷേത്രം, നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വെള്ളായണി ക്ഷേത്രം ലൊക്കേഷനിൽ വരിക. അവിടെ നിന്നും വെള്ളായണി ക്ഷേത്രം, ദേവീ ക്ഷേത്രത്തിൻ്റെ വശത്തുകൂടി റോഡുണ്ട്. കിരീടം പാലം, പുഞ്ചക്കരി, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താലും മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പുഞ്ചക്കരി ലൊക്കേഷൻ കിട്ടും. ലൊക്കേഷനിൽ വരിക.
വന്ന് പകൽ സമയമൊക്കെ ചിലവഴിക്കാനായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു പ്ലേസാണ് ഈ പറയുന്ന സ്ഥലം. ലിൻസി, ഇവിടെ ഈ പരിസരം മുഴുവൻ ആകെ ഒരു ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലേ? അതെ, ഇവിടെ പരിസരം മുഴുവൻ ഇവിടെ വരുന്നവർ കാണാൻ വേണ്ടി വരുന്നവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് കവറും മറ്റൊക്കെ ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് തന്നെ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാം ഏറിയ അതൊരു ശീലമാണ്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ വലിച്ചെറിഞ്ഞൊരു ശീലം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മാംഗോ ബാർ ഇങ്ങനെയൊക്കെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടിടത്തില്ല. അത് വരുന്നവർ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുക. അങ്ങനെ ഈ പക്ഷി നിരീക്ഷകരോടൊപ്പം അടുത്തൊരു ഭാഗത്തേക്ക് പോകണം. അത് പിന്നെ കിരൺ, നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ ഏത് ഭാഗമാണത്? ഇതിന്റെ പുഞ്ചക്കരി കിരീടം പാലത്തിൽ നിന്ന് കിഴക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത്. കിഴക്ക് ഭാഗം, അതായത് ഈ വഴി ചെന്നാൽ വെള്ളായണി ക്ഷേത്രം പോകുന്ന വഴി. അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി വില്ലേജ് ഏരിയ പോലെയാണ്. കുറെ അങ്ങനെയൊക്കെയുള്ള ഇപ്പോ ഈ കാണുന്നതാണ് പെട്ടിയും പറയും എന്നൊരു സംവിധാനം. അതായത് ഒരു വശത്തു നിന്ന് വെള്ളം കൂടുതലാകുമ്പോൾ മറുവശത്തേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പഴയ സംവിധാനമാണ്. അത് ഇവിടെ ഈ പാടത്തിന്റെ ഒരു വശത്ത് ഒരുക്കിയിട്ടുണ്ട്. വളരെ നമുക്കൊരു പഴമയുടെ ഒരു അറിവ് നൽകുന്ന ഒരു ദൃശ്യമാണ് ഈ ഒരു സംഭവം. ഇതാണ് പാടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറ്റി വിടുന്നതിനും ഇറക്കുന്നതിനുള്ള ഒരു സംവിധാനം. അപ്പോൾ അങ്ങനെ ഈ പക്ഷി നിരീക്ഷകരോടൊപ്പം പാടത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു മനോഹരമായ ദൃശ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരോടൊപ്പം നടക്കുമ്പോൾ രാവിലെയാണ്, നല്ല അന്തരീക്ഷമാണ്. ഒരു ചെറിയ ഗ്രാമപ്രദേശം ഇതിൻ്റെ ഭാഗത്തുള്ളത്. ചുറ്റും നിരവധി കൃഷികളും ഒക്കെയുള്ള ഭംഗിയുള്ളൊരു പ്രദേശം. അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ തിരുവനന്തപുരത്ത് വളരെ മനോഹരമായ ഒരു പ്രദേശങ്ങളിലൊന്നാണ്. അധികം അറിയപ്പെടാത്ത ഒരു പ്രദേശമാണ്. നിങ്ങളിപ്പോ വീഡിയോ കാണുന്ന എന്താ കിരണ ഇതിന്റെ പേര്? ഗോൾഡൻ ഫ്ലവർ. ഈ പെസഫിക് ഗോൾഡൻ ഫ്ലവർ. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. പക്ഷെ ഇവിടെ ഇന്ന് പണി നടക്കുന്നു, പാടത്ത് കൃഷി നടക്കുന്നതുകൊണ്ടാണ് അവര് ഇറങ്ങാതെ ഇങ്ങനെ സംഘം ചേർന്ന് ഇവിടെ ചുറ്റിത്തിരിയാണ്. ഓക്കെ, നമ്മൾ ആൾക്കാരെല്ലാം നിൽക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ കറങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇവിടെ ഒത്തിരി ബേർഡ്സ് ഇവിടെ കാണാം. ഓക്കെ. അതെ. ഈ ഓരോ പക്ഷികളും അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയിൽ വന്നാണ് അവർ
താമസിക്കുന്നത്. പക്ഷെ അതിനെയാണ് നമ്മൾ മനുഷ്യർ ഇങ്ങനെ ഓരോന്നായി നശിപ്പിച്ച് അങ്ങനെ ഒരുപാട് ജീവികൾ വംശനാശം വരികയും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ജീവജാലങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സംഭവം പറഞ്ഞു. ഇവിടെയാണ് ഈ പസഫിക് ഗോൾഡൻ ഫ്ലവർ അങ്ങനെയുള്ള ബേർഡ്സ് ഏറ്റവും കൂടുതൽ പെയിന്റഡ് സ്റ്റോർക്ക് ഈ ഒരു സ്പോട്ടിൽ പുഞ്ചക്കരിയിൽ, അതായത് നമ്മൾ അവിടെ നിന്ന് കിരീടം പാലത്തിന് അവിടെ നിന്ന് നേരെ കാണുന്ന, അതായത് കിഴക്കോട്ടുള്ള ഭാഗം വെച്ച്, അതായത് സൺറൈസ് വരുന്ന ഭാഗം നോക്കിയാൽ മതി. തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് എത്തുന്നത്. കുറേ കഴിഞ്ഞിട്ടൊരു പശുവൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്, കൃഷി പുരയിടം. അതിനകത്തൂടെ വരുമ്പോഴാണ് ഈ സ്ഥലത്തുനിന്ന് ഇവിടെ നമ്മൾ ഇവിടെയാണ് പസഫിക് ഗോൾഡൻ ഫ്ലവറിനെ സ്പോട്ട് ചെയ്ത സ്ഥലം ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഏകദേശം ഒരു 100-ലധികം എണ്ണം പക്ഷികളുടെ, അതുപോലെ ഒരു 30 സ്പീഷീസോളം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ഇത് കൃഷി നടക്കുന്നുണ്ട്. ഇപ്പൊ സീസണാണ്, അവരുടെ കൃഷി നടക്കുന്നതുകൊണ്ട് ആൾക്കാരുള്ളത് കൊണ്ട് ഇപ്പൊ ഇന്ന് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ബേർഡ് വാച്ചർ, ഒരു പഠിക്കണ താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ, ഫോട്ടോഗ്രാഫേഴ്സിനായിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മേഖലയാണ് ഈ ഒരു സ്പോട്ട്. പിന്നെ പുഞ്ചക്കരിയിൽ ഏകദേശം 6-7 സ്പോട്ടോളം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓരോ വെറൈറ്റി ബേർഡ്സ് കാണാം. ഇവിടെ നമുക്ക് ഈ പസഫിക് ഗോൾഡൻ ഫ്ലവറിനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ സാൻഡ് വൈപ്പേഴ്സ്, പെയിന്റഡ് സ്റ്റോർക്ക്, ഈഗ്രറ്റ്സ്, അങ്ങനെയുള്ള ബേർഡ്സ് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പോൾ അവിടെ വയലിൽ ഇങ്ങനെ കുറച്ച് നിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ഐറ്റം ആണോ? അല്ല, ഇത് നമ്മൾ പറയുന്ന വുഡ് സാൻഡ് പേപ്പർ എന്ന് പറയുന്ന വെറൈറ്റീസ് ബേർഡ്സ് ആണ്. പിന്നെ പോൺ ഹെറോൺ അങ്ങനെയൊക്കെ വെറ്റ്ലാൻഡ് ബേർഡ്സ് ആണ് കൂടുതലും നമുക്ക് പുഞ്ചക്കരിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് എന്തെല്ലാം ഒരുപാട് കാഴ്ചയുണ്ട് വരുന്നത്. കാരണം നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിനായിരുന്നാലും കാരണം കൃഷി ചെയ്യുന്നത് കാണാം. പിന്നെ ഒരു ഗ്രാമപ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ, അതൊക്കെ നമുക്ക് തിരുവനന്തപുരത്തുള്ളതിൽ. ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെയും തനി ഗ്രാമം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളും ആൾക്കാർ സാധാരണക്കാരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാം. രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല തണുപ്പൊക്കെ കൊണ്ട് ഈ ഒരു സീസൺ, അതായത് നവംബർ ടു മാർച്ച് ആണ് ഇവിടുത്തെ സീസൺ. അത് കഴിഞ്ഞ സീസൺ കഴിയും. പിന്നെ സാധാ ഇവിടെ കാണുന്ന ബേർഡ്സേ കാണും. പുറത്തുനിന്ന് വരുന്ന ബേർഡ്സ് ആണ് കൂടുതലും ഈ സമയത്ത് കാണുന്നത്. പിന്നീട് മഴക്കാലമൊക്കെ കഴിഞ്ഞ് വീണ്ടും നനവ് വന്നതിന് ശേഷം ബേർഡ്സ് വരത്തുള്ളൂ. ഡ്രൈ ആയി കിടക്കുമ്പോൾ ബേർഡ്സിന്റെ എണ്ണം കുറവാണ്, കാരണം ഫുഡും കുറവാണ്. അപ്പൊ ഈ മഴ സീസണിൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഡക്ക് വെറൈറ്റി, നീന്തി അങ്ങനെയുള്ള വെറൈറ്റിയാണ്. നമ്മൾ ഇതില് ഈ ഒരു വീഡിയോ വ്ളോഗില് ഈ പക്ഷികളെ ഒന്ന് സൂം ചെയ്ത് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഈ പക്ഷി നിരീക്ഷകരോടൊപ്പം അവരുടെ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, ആ ഒരു ദിനചര്യയുടെ കൂട്ടത്തിൽ അവരോടൊപ്പം ഒരു യാത്ര, പക്ഷികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു യാത്ര. വളരെ രസകരമായ ഒരു യാത്രയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വിങ്സ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ക്ലബിൻ്റെ കിരണോടൊപ്പം ഉള്ള കിരൺ ആൻഡ് ടീം. അപ്പോൾ ആ ടീമിനോട് അപ്പോൾ കിരൺ 2 വാക്ക് പറയുകയാണ്. അപ്പോൾ വിങ്സിലെ നമ്മുടെ നീർത്തടാകമൊക്കെ നിങ്ങൾ ഇനി പോകെ പരിചയപ്പെടും. എന്തായാലും നമ്മളെ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തരും. എന്തായാലും നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വിങ്സ് ആണ്. ഇപ്പോൾ വിങ്സിലെ രാകേഷ്, ലിൻസി, ആതിര, രഞ്ജിത്ത് എല്ലാവരും നമ്മളോട് ഇനിയുണ്ട് ടീം. അപ്പോൾ ഇന്ന് എല്ലാവരും ഇത്രയും ഒരു വന്നിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ബേർഡ് വാച്ചിങ് പഠിക്കണമെന്നും അത് സ്റ്റാർട്ടിങ് ആയിരുന്നാലും എല്ലാം നമുക്ക് എല്ലാ സ്പോട്ടുകളും അറിയാം, പഠിപ്പിച്ച് തരാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റ് സ്പോട്ട് നിങ്ങൾക്ക് ബേർഡ്സും കാണിച്ചു തരാൻ പറ്റും. നമുക്കൊരു നല്ലൊരു രീതിയിൽ നമ്മളെ പലരും അറിവുകൾ, നമുക്ക് ബേർഡ്സിനെ കുറിച്ചുള്ള അറിവ് പകർന്നു തരാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക. കാരണം വരുന്നവർ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം നിങ്ങളത് വലിച്ചെറിഞ്ഞിട്ട് ഒരു മിഠായി കവർ പോലും ഇവിടെ ഇടാതിരിക്കുക. ബേർഡ്സിൻ്റെ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ ഉണ്ട്, കിലോമീറ്ററോളം. നമുക്ക് 5-ലധികം കിലോമീറ്റർ ഇവിടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 സ്പീഷീസ് ബേർഡ്സ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രിവാൻഡ്രം ബൾസിൻ്റെ ഇവിടെ വാങ്ങുന്നു. നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.